ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റുമുള്ള ആളുകളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും സമൂഹത്തിൻ്റെ സ്വാധീനവും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും കണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മളെപ്പോഴെങ്കിലും ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും കണ്ണും മൂട്ടി വിശ്വസിച്ച് ഒടുവിൽ വലിയ ചതിക്കുഴികളിൽ നമ്മൾ ചെന്ന് പെടാറുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ ആധുനിക ലോകത്ത് തെറ്റായ ചിന്തകളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും യഥാർത്ഥ വിവേകം എങ്ങനെ സ്വന്തമാക്കാമെന്നും പഠിപ്പിക്കുന്ന അതിശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:21-22 വചനം ഇപ്രകാരമാണ്: സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഏകദേശം AD 50-51 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് ഈ ലേഖനം. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാചീനമായ ലേഖനങ്ങളിൽ ഒന്നായ ഇതിലൂടെ നമ്മുടെ ചിന്തകൾ ശക്തമായ ഒരു കാവൽ കോട്ടയാണ് പൗലോസ് ശ്ലീഹ ഒരുക്കിയിരിക്കുന്നത്. 2ാം മിഷണറി യാത്രയിൽ കൊരിന്തോസിൽ താമസിക്കുമ്പോഴാണ് വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതിയത്. റോമ സാമ്രാജ്യത്തിലെ വലിയൊരു വാണിജ്യ നഗരമായ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കാണ് പൗലോസ് ഈ കത്ത് എഴുതുന്നത്. തെസ്സലോനിക്ക സഭ പുതിയ വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു. അവർ വിഗ്രഹാരാധനയും വ്യാജ ഉപദേശങ്ങളും ധാർമ്മിക തകർച്ചയും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്. അവരെ ആത്മീയമായി ശക്തിപ്പെടുത്താനും ദൈവികത പ്രകാരം ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കാനുമാണ് പൗലോസ് ശ്ലീഹ ഈ ഉപദേശം നൽകുന്നത്. അവിടുത്തെ പുതിയ വിശ്വാസികൾക്ക് വലിയ ദൈവഭക്തി ഉണ്ടായിരുന്നുവെങ്കിലും ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ. ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ശ്ലീഹ അവർക്ക് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ നൽകുന്നത്. പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നു, നിങ്ങൾ ആരുടെയും വാക്കുകൾ കേട്ട് വഞ്ചിതരാകരുത്. നമ്മുടെ ബുദ്ധിയെയും വിവേകത്തെയും ഉണർത്തുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും കർശനമായി നമ്മൾ തന്നെ പരിശോധിക്കുക. പ്രിയ സഹോദരി സഹോദര, ഈ വചനത്തിൽ ശോധന ചെയ്യുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സ്വർണത്തിന്റെ മാറ്റുരച്ചു നോക്കുക അഥവാ ടു ടെസ്റ്റ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ് എന്നാണ്. അതിന്റെ ഒറിജിനൽ അർത്ഥം അതാണ്. പണ്ട് കാലത്ത് ഒരു നാണയം യഥാർത്ഥ സ്വർണമാണോ അതോ വ്യാജമാണോ എന്നറിയാൻ അതിനെ തീയിലിട്ടോ അല്ലെങ്കിൽ ഉരച്ചു നോക്കിയോ പരിശോധിക്കുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്ദേശങ്ങളെയും കൂട്ടുകെട്ടുകളെയും ശീലങ്ങളെയും ഉപദേശങ്ങളെയും നമ്മൾ മാറ്റുരച്ചു നോക്കണം. നമ്മുടെ കൺമുൻപിൽ കാണുന്ന തിളക്കമുള്ള പല പുതുമയുള്ള കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കുന്ന വ്യാജ സ്വർണമായിരിക്കാം. പൗലോസ് ശ്ലീഹ പറയുന്നു, പരിശോധിച്ച ശേഷം നല്ലതിന് മാത്രം പിടിച്ചുകൊള്ളുവിൻ. ലോക അഭിപ്രായങ്ങൾക്ക് മുൻപിൽ നമ്മുടെ നല്ല മൂല്യങ്ങളെയും വിശ്വാസത്തെയും വിട്ടുകളയരുത്. പലരും പലതും പറയും. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സമൂഹം തന്നെ നമ്മളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ പലതും പറയും. പക്ഷേ പൗലോസ് ശ്ലീഹ അടുത്തതായി പറയുന്നത്, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഇതിൻ്റെ യഥാർത്ഥ അറ്റം തെറ്റിനെ ഒരു ചെറിയ നിഴൽ പോലും കണ്ടാൽ, അതിൻ്റെ രൂപം പോലും കണ്ടാൽ അതിനോട് വിട്ടുവീഴ്ച ചെയ്യാതെ പൂർണ്ണമായി ഓടി അകലുക എന്നാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എൻ്റെ അടുത്ത സുഹൃത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത റിലേറ്റീവ് സ്വന്തക്കാരൻ പറഞ്ഞു, അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് മാറുന്നത്? കർത്താവ് അവിടെയാണ്, നീ അവിടെ പോയാൽ നിനക്ക് രക്ഷ പ്രാപിക്കും, ഇവിടെ പോയാൽ നിനക്ക് വിശ്വാസം കിട്ടും, നിനക്ക് രക്ഷ കിട്ടും, അവിടെ പോയി ഇന്ന പ്രാർത്ഥന കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്ന വഴിപാട് കഴിച്ചാൽ നിനക്ക് കിട്ടും. എങ്ങനെയാണ് അവരെ തിരസ്കരിക്കുക? ഞാൻ പറയുന്നത് പ്രാർത്ഥന വേണ്ട അല്ലെങ്കിൽ വഴിപാട് വേണ്ട എന്നൊന്നുമല്ല. പക്ഷേ
നമ്മൾ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഏതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന വഴി എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പോകുക. ഇവിടെ വിവേചന ബുദ്ധി ഉപയോഗിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ്. സകലവും ശോധന ചെയ്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേൾക്കുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കരുത് എന്നാണ്. ഇവിടെയാണ് രക്ഷ, അവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞാൽ ഓടേണ്ട കാര്യമില്ലെന്ന്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അവൻ്റെ അടുത്തിരുന്നാൽ മതി. നമ്മളെ തന്നെ അവനിലേക്ക് സമർപ്പിക്കുക, അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയും വാർത്തകളും പല ആശയങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. എന്നാൽ എല്ലാം സത്യമല്ല, ജനപ്രിയമായതെല്ലാം ശരിയല്ല, ആകർഷകമായതെല്ലാം പ്രയോജനകരമല്ല. 1,00,000 1 മില്യൺ ലൈക്കുകളും അല്ലെങ്കിൽ ഫോർവേഡുകളും ഒക്കെ ഉണ്ടാകാം. അതൊന്നുമല്ല സത്യം. സത്യം ദൈവം നമ്മളെ കാണിച്ചു തരും. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം എല്ലാം ഒന്ന് പരിശോധിക്കണം. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? നല്ലത് മുറുകെ പിടിക്കണം. നല്ലതും സത്യവുമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ അവയിൽ ഉറച്ചു നിൽക്കണം. ദൈവവചനം, സത്യസന്ധത, നന്മ, സ്നേഹം, വിശ്വസ്തത, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ഇവയൊക്കെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി പലരും പലതും പറയും, അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷേ ഇതെല്ലാം നമ്മൾ മുറുകെ പിടിക്കണം. അടുത്തത് എന്താ? സകലവിധ ദോഷവും വിട്ട് ഒഴിയുക. പൗലോസ് ചില ദോഷങ്ങൾ എന്നല്ല പറഞ്ഞത്, സകലവിധ ദോഷവും എന്നാണ് പറഞ്ഞത്. ദോഷം പലപ്പോഴും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളായിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ കള്ളം, ഒരു തെറ്റായ ബന്ധം, ഒരു മോശം ശീലം, ഒരു തെറ്റായ തീരുമാനം, ഇതൊക്കെയാണ് തുടക്കം. പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വഭാവം ദിവസേനയുള്ള തീരുമാനങ്ങളാലാണ് രൂപപ്പെടുന്നത്. ജീവിതത്തിൽ ഓരോ ദിവസവും നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. നല്ലത് തിരഞ്ഞെടുക്കുക, സത്യം തിരഞ്ഞെടുക്കുക, ദോഷത്തെ നിരസിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അതിനെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ ശക്തമായ സ്വഭാവവും അനുഗ്രഹീതമായ ജീവിതവും രൂപപ്പെടും. ഇന്ന് സത്യസന്ധരായ മനുഷ്യരെയാണ് ലോകം തേടുന്നത്. ഇന്ന് ലോകത്തിന് ആവശ്യം കഴിവുള്ള ആളുകളെ മാത്രമല്ല, സത്യസന്ധരായ ആളുകളെയും കൂടിയാണ്. ആരും കാണാത്തപ്പോഴും ശരിയായത് ചെയ്യുന്നവരാണ് ദൈവം മാനിക്കുന്നത്. ദൈവം നമ്മെ അത്തരം വ്യക്തികളാകാൻ വിളിക്കുന്നു, പ്രചോദനം നൽകുന്നു. അവൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു വ്യാജ ചിന്തയ്ക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ കാത്തു സൂക്ഷിക്കുക. ശരിയെയും തെറ്റിനെയും വേർതിരിച്ച് നല്ല വഴിയിലൂടെ മാത്രം മുന്നോട്ട് നടക്കുക. ഈ 2 വാക്യങ്ങൾ ജീവിതത്തിലുള്ള അത്ഭുതകരമായ മാർഗദർശനമാണ്. സകലവും പരിശോധിക്കുക, നല്ലത് മാത്രം മുറുകെ പിടിക്കുക, ദോഷത്തെ വിട്ടൊഴിയുക. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവവചനം നമ്മുടെ വഴി കാട്ടിയാകണം. വിട്ടുവീഴ്ചകൾ നിറഞ്ഞ ഈ സമൂഹത്തിൽ നാം സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. അന്ധകാരമുള്ള ഈ ലോകത്തിൽ നാം പ്രകാശമായി ജീവിക്കണം. സത്യം തിരിച്ചറിയാനുള്ള ജ്ഞാനവും നല്ലത് മുറുകെ പിടിക്കാനുള്ള ധൈര്യവും ദോഷത്തെ വിട്ടുകഴിയാനുള്ള ശക്തിയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ എത്തിയതും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായതിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷത്തിൽ നിന്റെ തൃപാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവരോരോരുത്തരും ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മക്കളായവരെ വളർത്തണമേ. ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ മുഴുകി ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് കർത്താവെ പിശാചിൻ്റെ സന്നിധിയിലാകാതെ നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കവണ്ണം, നല്ലത് ഏതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ വൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ നല്ലതിന് മുറുകെ പിടിക്കുവാൻ, ചീത്തയാതിനെ വേർതിരിച്ച് കളയുവാൻ തക്കവണ്ണം വിവേചന ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ലോകം പറയുന്നു അവിടെ പോകൂ, ഇവിടെ പോകൂ. പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും
അനുഭവിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കേട്ട് ഞങ്ങൾ പോകാറുണ്ട്. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ വേദനകൾ കൂടുതലാകുമ്പോൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കൂടുതലാകുമ്പോൾ, ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് തോന്നുമ്പോൾ, മറ്റു പലരും പറയുമ്പോൾ, പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകാറുണ്ട്. കർത്താവേ, അടിയങ്ങൾ ബലഹീനരാണ്, പാപികളാണ്, അടിയങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, നിന്നെ വിട്ട് പലപ്പോഴും ഞങ്ങൾ മാറിയിട്ടുണ്ട്, അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, എങ്കിൽ ഈ നിമിഷം വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ നൽകി നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടിയിരിക്കണമേ. നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചത് മതി. ഇനി നിനക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആത്മീയ ശക്തി നൽകണമേ. ഞങ്ങൾക്ക് അറിവ് നൽകണമേ. ഞങ്ങൾക്ക് വിവേചനം പറഞ്ഞു തരണമേ. ഞങ്ങളെ വഴി കാണിച്ചു തരണമേ. ഞങ്ങൾ പോകുന്ന വഴികളെ നീ തുറന്നു തരണമേ. കർത്താവേ, സകല ബന്ധനങ്ങളെയും നീക്കണമേ. കർത്താവേ, എത്ര വലിയ പ്രയാസങ്ങളായാലും, എത്ര വലിയ പ്രതിസന്ധികളായാലും, എത്ര വലിയ ദുഃഖങ്ങളായാലും, എത്ര വലിയ വേദനകളായാലും, എത്ര വലിയ രോഗങ്ങളായാലും, കർത്താവേ, നിന്റെ കൃപ മൂലം വഴി നടത്തണമേ. ജീവിതം മടുത്ത് ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല എന്ന് കർത്താവേ, ഈ ലോകത്തിന്റെ ചിന്തകളിൽ ഒഴുകിയിരിക്കുന്ന എല്ലാവർക്കും വിടുതൽ നൽകണമേ, ആശ്വാസം നൽകണമേ, വഴിയെ കാണിച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവേ, നിന്റെ അനുഗ്രഹം സമാധാനമായി നൽകണമേ. കർത്താവേ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, അവരുടെ ഭാവി സുനിശ്ചിതമാക്കണമേ. കർത്താവേ, അന്ധകാര ശക്തികളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകി സന്തോഷത്തിനും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾ അവർക്ക് നൽകണമേ. കർത്താവ്, അവരുടെ എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവേ, നീ നൽകണമേ. കർത്താവേ, നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ, നിന്റെ മക്കളായി വളരുവാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ കർത്താവെ അവരെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗീയ സിംഹാസനത്തിൻ്റെ പങ്കാളികളാകുവാൻ, നിന്നെ ആരാധിക്കുവാൻ കർത്താവെ, നിന്റെ സ്നേഹം മറ്റുള്ളവരിൽ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദുരിതങ്ങളായിരിക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണേ. ആരെയും നീ വെറും കൈയോടെ വിടരുത്. കർത്താവെ, ദിവസവും ഈ വചനം കേൾക്കുന്ന മക്കളെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ആദ്യമായിട്ട് കേൾക്കുന്നവരെയും നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എത്ര വലിയ ആഗ്രഹങ്ങളെയും സാധ്യമാക്കുവാൻ സാധിക്കുന്നവനാണ് നീ. നീ ഞങ്ങളുടെ രക്ഷകനാണ്, നീ ഞങ്ങളുടെ ജീവിതമാണ്, നീ ഞങ്ങളുടെ രക്ഷയാണ്. കർത്താവെ, അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ പൂർണ്ണമായി അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം വഴി നടത്തി ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇറങ്ങിയോ നിങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. ഇല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.